നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജേർണലിങ്ങിനെ കുറിച്ചാണ്. വർഷങ്ങളാണ് ഞാൻ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതെങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതികളുണ്ട്, ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അത് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് റൂം പോലെയാണ്. ഒരുപാട് ചിന്തകൾ, പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ പ്ലാനുകൾ, നമ്മുടെ ഗോൾസ്, അങ്ങനെ പല കാര്യങ്ങളും കുടി കിടക്കുന്ന എന്താ പറയുക, ഒരു മെസ്ഡപ്പായിട്ടുള്ള ഒരു റൂമല്ലേ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സോട് പറയാം. ഈ ചിന്തകളെയും ഈ പ്ലാനുകളെയും എല്ലാം കൂടെ ഇങ്ങനെ വായുകളില്ലാതെ ഒരു പ്രോപ്പറായി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു റൂം, ആ റൂമിൽ നിറയെ പുസ്തകങ്ങൾ, പല സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂം കാണാൻ ഒരു വൃത്തിയോ ഒരു ഭംഗിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ റൂമിലെല്ലാം ഒരു പ്രത്യേക ഷെൽഫുകളിലായിട്ട് നമ്മൾ അടുക്കി പെറുക്കി വെക്കുകയും അതിന് ഒരു പ്രത്യേക സ്ട്രക്ചർ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ റൂം പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം തോന്നും, ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരിക്കാൻ തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അടുക്കിപ്പെട്ടി വെച്ചുകൂടാ? അങ്ങനെ നമ്മൾ ഈ ചിന്തകളെയും പ്ലാനുകളെയും ഒരുപാട് ആവശ്യമുള്ളതായ ചിന്തകളെയും എല്ലാത്തിനെയും ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാനാണ് ജേർണലിംഗ് സഹായിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറയുന്നത് സിമ്പിൾ മെത്തേഡ് നമുക്ക് പറയാം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ പ്ലാനുകളെയും ഒക്കെ ഒരു പേപ്പറിലേക്ക് സ്ട്രക്ചേർഡായിട്ട് എഴുതുന്നതിനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിലെ ആശയങ്ങളും നമ്മുടെ ആശയക്കുഴപ്പങ്ങളും ഒക്കെ പുറത്തെത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ടായിരിക്കും. ഈ പ്ലാനുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ പ്ലാൻസ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ പ്ലാനുകൾ ഞാനിങ്ങനെ ഓക്കെ, ഈ പ്ലാൻസ് ഇങ്ങനെ ചെയ്യണം, ഇതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിങ്ങനെ മനസ്സിൽ കിടന്നാൽ നമുക്കൊരിക്കലും അത് പ്രാവർത്തികമാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം എവിടെയാണ് അതിൻ്റെ ഫ്ലോസ് ഉള്ളത്, എവിടെയാണ് ഞാൻ ഫിക്സ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ജേർണലിങ്ങിലൂടെ നമുക്ക് അതിനൊരു സ്ട്രക്ചർ കൊടുക്കാൻ സാധിക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റിലൂടെ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി വയ്ക്കുമ്പോൾ അത് എവിടെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഏതൊക്കെയാണ് ഫ്ലോസ്, ഇതൊക്കെ ഫിക്സ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നോളജ് നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് എന്താണ് ജേർണലിങ്ങിൻ്റെ ഗുണങ്ങളെന്ന് നോക്കാം. ജേർണലിങ്ങിന് മെയിനായിട്ടും നമ്മൾ പറയുന്ന ഒരു പ്രധാന ഗുണം സെൽഫ് അവെയർനെസ് ആണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഫസ്റ്റ് ഇതെല്ലാം എഴുതി വെച്ച് കഴിയുമ്പോൾ, ഏതൊക്കെയാണ് കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തകളിൽ പെട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള സെൽഫ് അവെയർനെസ് ലഭിക്കും. രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നോർമലി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെസ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ഫീൽ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ആരോടും പറയാനില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാനുകളൊന്നും വേറൊരാളോട് ഷെയർ ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് അത് എഴുതി വയ്ക്കുന്നതോടെ ഒരു സ്ട്രെസ് റിഡക്ഷൻ കിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് പ്ലാൻ ആണെങ്കിൽ ആ പ്ലാൻ ഞാൻ എഴുതി വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു സ്ട്രെസ് റിഡക്ഷൻ കിട്ടും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്, ഇതൊക്കെ ചെയ്താൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും, ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാവുമ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് കുറഞ്ഞ് നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിതറിക്കിടക്കാതെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു കൃത്യമായ ഫോക്കസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ജേർണലിംഗ് സഹായിക്കും. മെയിനായിട്ടുള്ള 3 ബെനിഫിറ്റ്സ് ആണിത്. അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഈ നമ്മൾ ഡിഫറെൻറ്റ് ജേർണലിംഗ് മെത്തേഡ്സ് നോക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ജേർണലിംഗ് മെത്തേഡ്സ് എന്ന് നോക്കാം. വ്യത്യസ്തമായ ജേർണലിംഗ് മെത്തേഡുകളുണ്ട്. പലരും പലരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ ജേർണലിംഗ് മെത്തേഡ്സും ഫോളോ ചെയ്യുന്നത്. ഞാൻ നോർമലി ഫോളോ ചെയ്യുന്ന ഒരു 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, പിന്നെ ഒന്ന് അഫർമേഷൻ ജേർണലിംഗ് ആണ്.
ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും ഞാൻ താങ്ക്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഡേയും ഞാൻ അത് എഴുതും. അത് ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷനപ്പായി ഒരു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് അന്ന് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്ന എന്തെങ്കിലും ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഞാൻ നോർമലി താങ്ക് ചെയ്യുന്നത് യൂണിവേഴ്സിനോടാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ താങ്ക് ചെയ്യുന്ന നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവത്തോടാവാം, അല്ലെങ്കിൽ യൂണിവേഴ്സിനോടാവാം, അല്ലെങ്കിൽ പർട്ടിക്കുലർലി നിങ്ങൾ വേറെ എന്തെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ സെൽഫ് താങ്കിങ് കൂടെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കാര്യം താങ്ക് ചെയ്യാനില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഈ ലോകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ വരെ താങ്ക് യു പറയാം. അങ്ങനെ നമ്മൾ താങ്ക് യു ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഡംപ് എന്നാണ്. ബ്രെയിൻ ഡംപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ പേപ്പറിലേക്ക് എഴുതുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്ലംസി ആയിട്ടുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു പേപ്പറിലേക്ക് പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നും ഇല്ലാതെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നതിനെയാണ് ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത്. ബ്രെയിൻ ഡംപ് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, എനിക്ക് ഒരാളുടെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ, എനിക്ക് സെൽഫ് റിലീഫ് വേണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ എഴുതാറുണ്ട്. അതിനെയാണ് ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് അഫർമേഷൻസ് എഴുതുന്നതിനെയാണ്. അഫർമേഷൻസ് എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ മെത്തേഡ്സ് ആണെന്ന്. ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ്, ഫോർ എക്സാമ്പിൾ 1x11, 3x33, 5x55, 369 മെത്തേഡ്, അങ്ങനെ പലതരം മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാനും പിന്നെ നമ്മുടെ വൈബ്രേഷൻസ് ഉയർത്താനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ്. ഈ മെത്തേഡ്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അത് എന്തെങ്കിലും എനിക്കൊരു പർട്ടിക്കുലർ ലക്ഷ്യം ഉണ്ടായിട്ട് ഞാനൊരു കാര്യം അച്ചീവ് ചെയ്തെടുക്കുന്ന ആഗ്രഹിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് ഒന്ന് ബുള്ളറ്റ് ജേർണലിംഗ്. ബുള്ളറ്റ് ജേർണലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോർമലി ചെയ്യാറുള്ളത് സ്റ്റാർട്ടിങ് ഓഫ് എ മന്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് എൻ ഇയർ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മന്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ആ ഇയറിലേക്കുള്ള ഗോൾസ് അല്ലെങ്കിൽ മന്ത്സിലേക്കുള്ള ഗോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രക്ചേർഡായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് എഴുതി വയ്ക്കുന്നതിനെയാണ് ബുള്ളറ്റ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പോയിന്റ് വൈസ് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. നമുക്ക് നല്ല ഒരു അവബോധമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി വി ഹാവ് എ പ്ലാൻ അബൌട്ട് ദാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നമ്മൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഈ മെയിനായിട്ട് 3 മെത്തേഡ്സാണ്. ഞാൻ ഇതിനകത്ത് 2-3 മെത്തേഡ്സ് ഫോളോ ചെയ്യാറുണ്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജേർണലിങ്ങിനെ നമ്മുടെ ലക്ഷ്യങ്ങൾ അഥവാ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നാണ് എനിക്കതിന് പറയാൻ നോക്കുന്നത്. അതിന് മുമ്പ് എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്. റീസെൻ്റായിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ശ്രീജ എന്ന് പറഞ്ഞിട്ടൊരു മാമിൻ്റെ കഥ. അവർ IFS നേടിയതിന് മുമ്പ് അവരവരുടെ ലക്ഷ്യം പേപ്പറിൽ എഴുതി ഒട്ടിച്ച് അത് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ക്ലിയറായിട്ട് ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് അവർ എഴുതി ഒട്ടിച്ച് അവർ പഠിക്കുന്ന ഏരിയയിൽ എഴുതി ഒട്ടിച്ചിട്ട് അത് ഡെയിലി വായിക്കുകയും അത് ഫീൽ ചെയ്യും, അതിന് വേണ്ടി കംപ്ലീറ്റായിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നു. അവർ റീസെൻ്റായിട്ട് ഒരു ഹയസ്റ്റ് റാങ്കോട് കൂടി IFS ഓഫീസറായി മാറിയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ടുള്ള കാര്യം. ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ തന്നത്. നമ്മുടെ ഈ ജേർണലിങ്ങിനെ എങ്ങനെ നമ്മുടെ ഗോൾസുമായിട്ട് കണക്ട് ചെയ്യാം, ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ശ്രീജയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഗോൾസിനെ എഴുതി നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു സ്ഥലത്ത് എഴുതി ഒട്ടിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിൽ ക്ലിംസ്നെസ് വരുമ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ റീഫോക്കസ്ഡ് ആവും. നമ്മുടെ ലക്ഷ്യം എന്താ, നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കാം. അത് കണ്ടിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് വർക്ക് ചെയ്യും.
പിന്നെ ഈ സെയിം മെത്തേഡ് തന്നെ ഇപ്പം ചെറിയ ചെറിയ ഗോൾസ് നേടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത്രയും ഒരു നമ്പർ ഓഫ് എമൗണ്ട് വേണം, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചില കാര്യങ്ങൾ അഫർമേഷൻ മെത്തേഡ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ അഫർമേഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് എഴുതുന്നതിനാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഗോളായിരിക്കും. അപ്പോൾ നമുക്ക് ജേർണലിങ്ങിനെ ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാം, നമ്മുടെ ഗോൾസും നമ്മുടെ പ്ലാൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പല രീതിയിൽ ഈ ജേർണലിങ്ങിനെ ഉപയോഗിക്കുകയും ഒരുപാട് തരത്തിലുള്ള സക്സസ് എനിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സക്സസ്സസ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ സ്മോൾ ഗോൾസ് ഫോർ എ വീക്ക് അല്ലെങ്കിൽ ഫോർ എ മന്ത് ഗോൾസ്, സം ടൈം ലൈക്ക് ലോങ് ടൈം ഗോൾസ് ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് സെൽഫ് റിലീഫ് ഉണ്ടാവുന്നുണ്ട്. ഡെയിലി നമ്മളിതൊരു പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു നല്ല ഹാബിറ്റ് ഉണ്ടാവുകയാണ്. എഴുന്നേറ്റ പാടെ നമ്മൾ ഫോൺ നോക്കാതെ, അല്ലെങ്കിൽ എഴുന്നേറ്റ പാടെ വേറെയുള്ള തിരക്കുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ശീലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അകത്തെ ഒരു ഹെക്റ്റിക് ഡേ കഴിഞ്ഞ ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് റിലീഫും നമുക്ക് ഒരു കോൺഫിഡൻസും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഇത് നല്ലൊരു ഹാബിറ്റും കൂടിയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു വലിയ ഉടനെ പോയി ഒരു ജേർണലിംഗ് ബുക്ക് വാങ്ങി സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്കിത് ഹാബിറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ലോലി ഇതിനോടൊരു ഇഷ്ടം തോന്നുകയും നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ടൊരു ബുക്ക് വേണം, അതിനുവേണ്ടി എഴുതണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഞാനും ഇതുപോലെയൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഞാനെങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ബുക്ക് എടുത്തു, ഒരു പെന്നെടുത്തു, എഴുതി തുടങ്ങി. അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു പെൻസിലെടുത്തു, എഴുതി തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു പുസ്തകം, ഒരു പെൻ അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുത്തിട്ട് നിങ്ങൾ എഴുതി തുടങ്ങും. നിങ്ങൾക്ക് മാറ്റം വിസിബിളി നിങ്ങൾക്ക് ഇൻ സം ഡേയ്സ് നിങ്ങൾക്കതൊരു ഹാബിറ്റായി മാറുമ്പോൾ ആ പ്രത്യേക രീതിയിലുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ആ ചേഞ്ചസ് ഫീൽ ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുടെ വാക്കുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. ഒരു നാളേക്ക് വെച്ച് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ 2026 ജേർണൽ ബുക്ക്. ഇതിലാണ് ഞാൻ ജേർണൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ 2 or 3 or 5 ബുക്സ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ എഴുതി തീർത്ത പുസ്തകങ്ങൾ ഈ വർഷം ഞാൻ ഓൾറെഡി എഴുതി തുടങ്ങിയിട്ടുണ്ട്. മൈ ജേർണൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫ് ലവ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.